അവസാനിച്ചു പോയി എന്നുള്ളത് പൊതുവെ ശ്രീ വി കെ പ്രശാന്ത്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ പ്രശാന്ത് സമയകൃത്യത പാലിക്കണം. കാരണം 2 മണിക്കൂർ അടിയന്തര പ്രമേയ ചർച്ചയുള്ളതാണ്. പ്ലീസ് സഹകരിക്കണം ചെയറുമായി. ഈ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ നടത്തുന്നത്. സർ, ഈ സർക്കാരിനെ സംബന്ധിച്ച് മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ഒരു പ്രശ്നവും സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതിന് വൈമുഖ്യമില്ല. അത് ഗവൺമെന്റിന്റെ ഒരു വലിയ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സർ, നവകേരളം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യത്തോടുകൂടി ജനങ്ങളെ അണിനിരത്തേണ്ടതായിട്ടുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണവും ഗ്രീൻ പ്രോട്ടോകോൾ ഇനിഷ്യേറ്റീവും സീറോ വേസ്റ്റും ഉൾപ്പെടെയുള്ളവ മുഖ്യ നയമായി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതിനോടകം LSTD വകുപ്പ് മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി പ്രഖ്യാപിച്ച് വളരെ കാര്യക്ഷമമായി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2025 മാർച്ച് 30-ന് കേരളത്തിലെ 1034-ൽ 1027 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത് LSTD വകുപ്പ് നടത്തിയിട്ടുള്ള ജനകീയ ക്യാമ്പയിന്റെ ഒരു ഫലമാണിത്. 2023 മാർച്ചിൽ ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായതിന്റെ ഭാഗമായി 8,15,000 മെട്രിക് ടൺ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട്. ശ്രീ പ്രശാന്ത്, പ്ലീസ് സഭ ഡിസോർഡർ ആണ്. പ്ലീസ് ഒന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് ക്രോസ് ചെയ്ത് നിൽക്കല്ല. അവിടെ ബഹുമാനപ്പെട്ട അംഗം സംസാരിക്കുന്നുണ്ട്. പ്ലീസ് യെസ് കാര്യമാണ് അങ്ങ് പറഞ്ഞത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ സഭയുടെ ഒരു പൊതുവായിട്ടുള്ള മനോഭാവം, എല്ലാ ഭാഗത്തുള്ള മനോഭാവം നിരാശാജനകമാണ്. പ്ലീസ് കാരണം വളരെ റെലവന്റ് ആയ വളരെ ഹീറ്റഡ് ആയ ഒരു വിഷയമാണ് സഭ ചർച്ച ചെയ്യുന്നത്. പ്ലീസ് അംഗങ്ങളൊന്ന് സഭയുമായി സഹകരിക്കണം. പ്ലീസ് ശ്രീ എസ് മൊയ്തീൻ പ്ലീസ്. സർ, പെരുമാറുക. ഇപ്പൊ അത്യാവശ്യം വൃത്തിയായി കാര്യങ്ങൾ പോകുന്നു എന്നതുകൊണ്ടാണ് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. സർ, LSTD വകുപ്പ് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അത് കൂടുതൽ ഊർജ്ജതയോട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സർ, കേരളത്തിൽ ഇതിനോടകം 56-ലധികം വരുന്ന മാലിന്യക്കൂലകളിൽ 24 എണ്ണവും സമ്പൂർണ്ണമായി നീക്കം ചെയ്ത് ഏതാണ്ട് 59.95 ഏക്കർ ഭൂമി നമ്മൾ വീണ്ടെടുത്തിട്ടുണ്ട്. സർ, ഈ ബ്രഹ്മപുരത്ത് 24 ഏക്കറിലധികം വരുന്ന ഭൂമി നമ്മൾ ക്ലീൻ ചെയ്ത് അത് വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, മിനി MCFും MCFും MRFുകളും നിരവധിയായി നമ്മുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് 180 TPD ടൺ പെർ ഡേ CNG പ്ലാന്റ് നമ്മൾ ഇതിനോടകം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. സർ, ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റുകളും ഇതിനോടകം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഹരിതകർമ്മസേന വാതിൽപ്പടി അജൈവ മാലിന്യ ശേഖരണം 99% ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് 6,61,000 പരം ടൺ മാലിന്യം ഇതിനോടകം ശേഖരിച്ചിട്ടുമുണ്ട്. സർ, 348 കോടി രൂപ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രതിഫലമായി ഇതിനോടകം ലഭിക്കുകയും ചെയ്തു. സർ, 37,176 സേനാംഗങ്ങൾ ഹരിതകർമ്മ സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവർക്കാണ് ഈ പ്രതിഫലം ലഭിച്ചത് എന്നുള്ളത് വളരെ അഭിമാനപരസ്പരം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സർ, നടപടികളുടെ കാര്യത്തിലും എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിലുമൊക്കെ നല്ല പുരോഗതി ഈ കാലയളവിൽ അത് കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. 52,202 പരിശോധനകൾ ഇതിനോടകം നടത്തി. ഏതാണ്ട് 5,70,00,000 രൂപ പിഴ ഇനത്തിൽ ഇതിനോടകം ഈടാക്കുകയുണ്ടായി. സർ, മാലിന്യം വലിച്ചെറിയുന്നതിൽ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുന്നു എന്നുള്ളത് ഈ കാലത്തെ ഒരു പ്രത്യേകതയാണ്. സർ, ഈ അടുത്ത സമയത്താണ് തിരുവനന്തപുരത്തുള്ള പ്രമുഖ ഗായകൻ ശ്രീ MG ശ്രീകുമാർ അദ്ദേഹം വീട്ടിലില്ലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു മാലിന്യം അവിടുത്തെ ജോലിക്കാരൻ നദിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇത് ക്യാമറയിൽ ചിത്രീകരിച്ച് അയച്ചു കൊടുക്കുകയുണ്ടായി. സാർ, അവിടെ ശ്രീ MG ശ്രീകുമാർ ഉൾപ്പെടെ ഫൈൻ ചുമത്തിയ നടപടി അഭിനന്ദിക്കുകയും അദ്ദേഹം മാലിന്യ സംസ്കരണ രംഗത്ത് ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഗാനമടക്കം ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. സാർ, ഇത് കാണിക്കുന്നത് നമ്മൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ജനങ്ങളും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സർ, കേരള മാതൃകയിൽ തമിഴ്നാട് ക്ലീൻ കേരള മിഷൻ രൂപീകരിക്കുകയും നമ്മുടെ മലയാളിയായിട്ടുള്ള ഗംഗാദിലീപ് അതിന്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർ, ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം നടപടികൾ കൂടുതൽ വ്യാപകമാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനങ്ങളെയും ഇതിന്റെ ഭാഗമായി അണിനിരത്തി മാലിന്യമുക്ത നവകേരളം എന്നത് കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ വിഷയത്തിന്റെ പ്രാധാന്യം അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു അംഗങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഈ സഭയാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം
വലിയ കോലാഹലത്തിനും അടിയന്തര പ്രമേയത്തിനും ഒക്കെ സാക്ഷ്യം വഹിച്ചത്. അത് കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ വിവാദം മാത്രമായിട്ട് അത് അവസാനിച്ചു. പക്ഷെ സർക്കാർ അവിടെ നിർത്തിയില്ല സർ. അതിനുശേഷം കേരളത്തിൽ തീവ്രമായി തന്നെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അത് അങ്ങ് സമയത്തിന്റെ പരിമിതി അറിയാം, എന്നാലും ഈ പ്രാധാന്യമുള്ളതുകൊണ്ട് ഇതൊന്ന് വിശദീകരിക്കാനുള്ള ഒരവസരമായിട്ട് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 2025 മാർച്ച് 30 സമ്പൂർണ്ണ ഖരമാലിന്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു. നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ 80%മെങ്കിലും കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. 100% അത് ഞാൻ പറയാൻ കാരണം കുറച്ച് ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2023 മാർച്ച് മുതൽ നടത്തിയ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം ലഭിച്ചത്. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനം സുസ്ഥിരമായും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലും കൊണ്ടുപോകാൻ മാലിന്യമുക്ത നവകേരളം പദ്ധതി തുടരുകയാണ്. സർ, കേരളത്തിൽ പ്രതിദിനം 7398.64 ടൺ ജൈവമാലിന്യവും 2174 ടൺ അജൈവ മാലിന്യവും 3099 ദശലക്ഷം ലിറ്റർ ദ്രവമാലിന്യവും ഉണ്ടാവുന്നതായി കണക്കാക്കപ്പെടുന്നു. വികേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ രീതി, ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വികേന്ദ്രീകൃത രീതിയാണ് സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം അക്കാര്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യ ഉപാധികൾ ഉറപ്പാക്കുന്നതിനും ഒപ്പം കമ്മ്യൂണിറ്റി തലത്തിലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുന്നു. 25.12 ലക്ഷം ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധികളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. സർവേ നടത്തി കണ്ടെത്തിയിട്ടുള്ള കണക്കാണ്. സർ, ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ 5% വസ്തുനികുതി ഇളവ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെല്ലാം വീടുകളിലാണോ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്ക് 5% വസ്തുനികുതിയിൽ ഇളവുണ്ടായിരിക്കും. 142 ടൺ പ്രതിദിന സംസ്കരണ ശേഷിയുള്ള 271 കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. 1303 എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ പ്രതിദിന ശേഷി 149.36 ടണ്ണാണ്. 306.66 ടൺ പ്രതിദിന ശേഷിയുള്ള 34 വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റുകളുണ്ട്. 100 ടൺ പ്രതിദിന ശേഷിയുള്ള 2 ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു. സർ, ബ്രഹ്മപുരത്ത് നമ്മളെല്ലാം ചർച്ച ചെയ്ത ബ്രഹ്മപുരത്ത് അന്ന് ഈ സഭയിൽ പ്രഖ്യാപിച്ചതാണ് ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന്. ഇന്ന് 90% ബയോമൈനിങ് പൂർത്തിയായി 110 ഏക്കറുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഡംപ് സൈറ്റ്, 9 ലക്ഷം മെട്രിക് ടണ്ണിലധികം മാലിന്യമുണ്ടായിരുന്ന സ്ഥലം 90% നീക്കം ചെയ്ത് കഴിഞ്ഞു. 10% അവശേഷിക്കുന്നത് ഒരു മാസത്തിനകം നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും. അവിടെ മാത്രമല്ല 93 കോടി രൂപ, ഏതാണ്ട് 93 കോടി രൂപ ചെലവിൽ 150 ടൺ പ്രതിദിനം ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ട്രയൽ റണ്ണും വിജയകരമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന കാര്യം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ബ്രഹ്മപുരത്തിന്റെ അതേ മാതൃകയിൽ പാലക്കാട്ടെ CBG പ്ലാന്റിന്റെ പണി 2 മാസത്തിനകം പൂർത്തിയാവാൻ പോവുകയാണ്. തൃശ്ശൂരിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് MOU കഴിഞ്ഞ മാസം ഒപ്പുവെച്ചു BPCL-ലുമായി ചേർന്ന് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി. തിരുവനന്തപുരത്തും കൊല്ലത്തും ചങ്ങനാശ്ശേരിയിലും കൂടി സമാനമായ CBG പ്ലാന്റുകൾ, 7 വൻകിട CBG പ്ലാന്റുകൾ കേരളത്തിൽ ഇതോടുകൂടി വരികയാണ്. സർ, അജൈവ മാലിന്യ ശേഖരണം 2023 മാർച്ചിൽ 47%. ഇന്നത് 98% വർദ്ധിച്ചിരിക്കുന്നു. 98% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇന്ന് അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ട്. സർ, ഇതിന് വലിയ സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 7446 മിനി MCF മാത്രമുണ്ടായിരുന്നത് ഇപ്പോൾ 19,982 വർദ്ധിച്ചു. MCF-കളുടെ എണ്ണം, പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലുള്ള MCF-കളുടെ എണ്ണം 1160 നിന്ന് 1342. RRF-ന്റെ എണ്ണം 87 നിന്ന് 192. ഹരിതകർമ്മ സേന, കേരളത്തിന്റെ ശുചിത്വ പട്ടാളം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിതകർമ്മ സേനയുടെ അംഗസംഖ്യ 37,134 വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഹരിതകർമ്മ സേനയെക്കുറിച്ച് പ്രത്യേകമായ പരാമർശമുണ്ടായിരുന്ന കാര്യവും അഭിമാനത്തോടുകൂടി ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സർ, പൊതുസ്ഥലങ്ങളിൽ 50,042 ബിന്നുകൾ ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. 26,967 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. സർ, ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷൻ മാലിന്യ ശേഖരണം മുതൽ അതിന്റെ നീക്കം വരെ എല്ലാം ഡിജിറ്റലായി മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന ഹരിതമിത്രം 2.0 ആപ്ലിക്കേഷൻ ഇന്ന് നിലവിൽ വന്നു കഴിഞ്ഞു. ഏറ്റവും കാര്യക്ഷമമായിട്ട് അത് നിരീക്ഷിക്കാൻ, മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്.
അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 11.24 ലക്ഷമായിരുന്നു 2023-ൽ. ഇപ്പോൾ 90 ലക്ഷം വീടുകളിലാണ് ഈ ഹരിതമിത്രം 2.0 ഉപയോഗിക്കുന്നത്. അത് ഡിജിറ്റൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. മാലിന്യ ശേഖരണത്തെ, ആ പ്രക്രിയയെ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. സർ, തൃശൂർ കോർപ്പറേഷൻ, പാലക്കാട്, വർക്കല നഗരസഭകൾ, എളവള്ളി, കൊരട്ടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി 4 റീജിയണൽ പ്ലാന്റുകൾ കൂടി കേരളത്തിൽ ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ വരികയാണ്. സർ, ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൽ പുറന്തള്ളപ്പെടുന്ന സാനിറ്ററി വേസ്റ്റ്, ഡയപ്പറുകൾ, സാനിറ്ററി നാപ്കിനുകൾ, ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയുന്ന 100 ടൺ അങ്ങനെ പുറന്തള്ളപ്പെടുന്നു എന്നാണ് കണക്ക്. അതിനുള്ള പൂർണ്ണമായും അത് സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമീബിക് മസ്തിഷ്ക